ഹലോ ഗായ്സ്, നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഗോളാണ് ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാൾ നമുക്ക് ഉണ്ടാക്കണം. വില്ലേജ് ട്രേഡിംഗ് ഹാളൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു വേറൊരു കാര്യം നിങ്ങളിത് പറയാനുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു എപ്പിസോഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ ഒരു മോഫാം ആ വീഡിയോയുടെ മെയിൻ ഗോളായിരുന്നു ഒരു മോഫാം ഉണ്ടാക്കൽ. ഞാൻ ആ മോഫാം ഉണ്ടാക്കുകയും ചെയ്ത് അതിനുള്ള ഫുൾ വീഡിയോ റെക്കോർഡും ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, തന്നെ ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് എൻ്റെ വീഡിയോ ഫയൽസ് എല്ലാം ആ വീഡിയോയുടെ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് സോറി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു മോഫാം ഉണ്ടായി കിടപ്പുണ്ട്, കാണിച്ചു തരാം. അത് ഒരു വലിയൊരു മോഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നിങ്ങൾ ആ മോഫാം കൂടി കാണിച്ചിട്ട് നമുക്ക് വില്ലേജ് ബിൽഡറിലോട്ട് പോവാം. പിന്നെ മോഫാം വളരെ യൂസ്ഫുൾ ആവില്ല എന്ന് പറയരുത്, കാരണം എൻ്റെ അധികം എക്സ് പി ഉണ്ടായതിൽ അത് ഒരടിക്ക് 36 അങ്ങാണ്ട് അടിച്ച് XP. പിന്നെ ഒരുപാട് ലൂട്ടും കിട്ടും, വിച്ചസ് സ്പോണോ, എല്ലാ തരം ഹോസ്റ്റൽ മോസ് സ്പോണോ, എൻഡർമാനൊന്നും സ്പോണാവില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ ആ മോഫാം കൂടി കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ പണിയിലോട്ട് പോവാം. ഇതാണ് എൻ്റെ മോഫാം. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ട്രൈഡൻ കില്ലറാണ്. ഇത് അവർ മോളിൽ നിന്ന് വരും, എന്നിട്ട് എൻ്റെ ട്രൈഡൻ്റ് ഇവരെ കൊല്ലും. അപ്പോൾ മോളിൽ നിന്ന് വരുമ്പോൾ തന്നെ ആവശ്യത്തിന് ഫാൾ ഡാമേജ് അടിക്കും, പിന്നെ ട്രൈഡൻ്റ് ഒരടി അടിച്ചവരാവും. പിന്നെ ഇതാണ് എൻ്റെ ലൂട്ട്. പിന്നെ ഈ ബോയില്ലേ, ഇത് ഫുൾ HP കുഴപ്പമുണ്ടായതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ, നമുക്ക് സ്കെൽട്ടൻ്റെ നിന്ന് കിട്ടുമ്പോൾ ഒരുപാട് ബോസ് കിട്ടും. അങ്ങനെ സ്പേസിന് പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ചാക്കി, അങ്ങനെ മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞു, നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇല്ല, താഴോട്ടേക്ക് കയറാം. അത് ഉണ്ട് നമുക്ക് എൻ്റെ ഏരിയ കാണിച്ചു തരാം, ഞാൻ ഇവിടെ ട്രേഡിംഗ് ഹാൾ ബിൽഡ് ചെയ്യാൻ പോണേന്ന്. പിന്നെ എനിക്ക് ഈ സ്ഥലം കാണിക്കാൻ മറന്നുപോയി. പക്ഷേ ഇതാണ് നമ്മുടെ നെതർ പോർട്ടൽ. ഇവിടെ ഞാൻ നെതറിൽ ഒരു ക്വാർട്സ് മൈൻ ചെയ്യേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ച് ഈ സൈഡ് നമുക്ക് നെതർ പോർട്ടലാക്കാമെന്ന്. നമുക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻട്രൻസ് ആവും, മോബ്സ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതാവും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത പണി തുടങ്ങാം. ഗൈസ്, നമ്മുടെ മോഫാമിന് വേണ്ടി ഞാൻ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത ഏരിയയാണ്. ഇതാണ് എൻ്റെ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത ഏരിയ. ഞാൻ ഇത്രയും കോബിൾ സ്റ്റോൺ മൈൻ ചെയ്തു ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫാം ഉണ്ടാക്കിയെന്ന്. എൻ്റെ ഉള്ള എല്ലാ കസ്റ്റമേർഡും വെള്ളത്തിൽ പോയി എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ആയപ്പോൾ. അപ്പോൾ ഗൈസ്, അതെന്തെങ്കിലാവട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ഗോളിലോട്ട് ശ്രദ്ധ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഗോളാണ് നമുക്കൊരു സെറ്റപ്പ് വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നിങ്ങൾ വന്നേക്കണേ. സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പോൾ നമുക്ക് സ്ഥലം കാണിക്കാം. നമ്മുടെ സ്ഥലം എന്ന് വെച്ചാൽ വേറെ എവിടെയല്ല, ഞാൻ വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കാൻ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരു വലിയൊരു ടണൽ ഉണ്ടാക്കേണ്ടി വന്നു. ആ ടണൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ടണലിൻ്റെ ഉള്ളിൽ ഒരു വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിരിക്കും. അതിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് വീടിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഈ ഫുൾ ഏരിയ ഒരുപാട് നല്ല ക്ലിയർ ആക്കും. സ്റ്റോൺ ബ്രിക്ക് വെച്ച് ഒരുപാട് ഡിസൈനൊക്കെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ വില്ലേജസിനെ കയറ്റാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ലിവർ വെക്കുമ്പോൾ വില്ലേജർമാരെ ക്യൂർ ചെയ്യാനുള്ള സിസ്റ്റം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഇത് തുടങ്ങാറുണ്ട് ഗൈസ്. ഇവിടെ രാത്രി ആണെന്ന് തോന്നണം. അപ്പോൾ നമുക്ക് രാവിലെ ആക്കാം, വെച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചകളാണ് കാണുന്നത്. ഒരു സ്കെലട്ടൻ മരണത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ ചത്തില്ല. അപ്പോൾ നമുക്ക് അവനെ നമുക്ക് ഈ ആരോ വെച്ചിട്ട് ഒരു കയറി കൊടുക്കാം. അവൻ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയാ അതല്ല കേട്ടോ, അവൻ എൻ്റെ പണി നോക്കി പോട്ടല്ലേ. നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് വേണം. നമ്മുടെ ഫുൾ വില്ലേജർ ഹാൾ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് നേരം എടുക്കും. അതിനുവേണ്ടി ഒരുപാട് ഫുഡും വേണ്ടി വരും, കാരണം എനിക്ക് കഴിക്കണ്ടേ. ഇതിൽ 9 ഉള്ളൂ. ഞാൻ ബാക്കി ആവശ്യത്തിനുള്ള പൊട്ടാറ്റോ ഞാൻ ഫാമായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ പോയിന്റിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജർ ഹാളിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ കാര്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ എല്ലാ സ്റ്റെയറും ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനൊക്കെ ഞാൻ സൈഡ് പോളിഷ്ഡ് സ്റ്റെയർസ്, അതെന്തോ സാധനമാണ്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കാണണമെന്ന്. നല്ല പോളിഷ്ഡായിട്ടുള്ള നല്ല സ്മൂത്ത് ലുക്കാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വില്ലേജർ ഹാളിൻ്റെ ടീമിൻ്റെ കൂടെ ചേരും. അത് ജസ്റ്റ് തന്നെ ഒരു ആൻഡസൈറ്റ് കൊണ്ട് മൈൻ ചെയ്യുക, സ്റ്റോൺ കട്ടറിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു പോളിഷ്ഡ് ആൻഡസൈറ്റ് സ്റ്റെയർ കിട്ടും. അപ്പോൾ ഈ സ്റ്റെയർ ഞാൻ വച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ മുഴുവൻ എന്ന് വെച്ചാൽ ഈ സ്റ്റെയർ കേസ് ഇതൊക്കെയാണ് നല്ല ശരിക്കും കാണാൻ. പിന്നെ ഇത് ചീപ്പ്,
എന്നുവെച്ചാൽ ഭയങ്കര ചീപ്പാണ് സാധനം. ഇതെവിടെ നിറച്ച് ആൻറ്റിസൈഡ് എടുപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 2 സ്റ്റാക്ക് ഈ സ്റ്റേഴ്സ് മതി. അപ്പോൾ ഗൈസ് ഞാൻ ആവശ്യത്തിനുള്ള സ്റ്റേഴ്സ് കളക്ട് ചെയ്ത് കാണാം. എവിടെ ഇരിക്കുന്ന ആൻറ്റിസൈറ്റ്. അപ്പോൾ അതിന് വേണ്ടി പിക്കാക്സ് റെഡിയാണ്. നിങ്ങൾക്കൊരു കാര്യം പറയാം, പക്ഷെ ഞാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വുഡ്, സ്പ്രൂസ് വുഡ് പിന്നെ സ്റ്റോൺ ബ്രിക്കും കൂടിയിട്ടുള്ള ഒരു തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫ്ലോറിൽ സ്പ്രൂസ് വുഡും ഓക്ക് വുഡിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ വയ്ക്കുക. പിന്നെ ഈ 2 ബ്ലോക്ക് വിട്ടല്ലായിരിക്കും, ഇത് 3 ബ്ലോക്ക് വിട്ട് ഹാൾവേ ആയിരിക്കും. അങ്ങനത്തെ ഒരു ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ലാൻറ്റേൺ ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് എന്നെ 2 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ 2 ചെസ്റ്റിൽ നമ്മുടെ ഈ ഫാമിനുണ്ടെന്ന് വെച്ചാൽ ഈ സാധനത്തിന് വേണ്ടി ആവശ്യമുള്ള ഈ 2 ചെസ്റ്റിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ആൻറ്റിസൈഡ് ഇങ്ങോട്ട് കയറ്റിയല്ല, ആൻറ്റിസൈഡിൻ്റെ സ്റ്റേഴ്സ് വെക്കണം. അത് വയ്ക്കണ്ടെന്ന് തോന്നണേ, അത് വയ്ക്കാതെ എനിക്ക് റെഡി ഉണ്ട്. നമുക്ക് ഇച്ചിരി പിക്കാക്സിനകത്ത് കയറ്റി വയ്ക്കാം. എൻ്റെ ഈ പിക്കാക്സ് പൊട്ടുമ്പോൾ പുതിയ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് മുഴുവനായിട്ട് പൊട്ടിച്ചിട്ട് ഇപ്പോൾ തന്നെ വയ്ക്കുക. ആദ്യം തന്നെ നമുക്ക് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ആൻറ്റിസൈഡ് മൈൻ ചെയ്യാം. ആൻറ്റിസൈഡ് മൈൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ 2 സ്റ്റാക്ക് ആൻറ്റിസൈഡ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കയറ്റി വെച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഴ്സ് ആക്കാം. ഞാൻ ഒരു കാര്യം മറന്നു. ഞാൻ ഈ ഹാൾവേ 2 ബ്ലോക്ക് വിട്ടല്ലല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 3 ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് 3 സ്റ്റാക്ക് സ്റ്റേഴ്സ് എങ്കിലും വേണ്ടി വരും. അപ്പോൾ എനിക്ക് 1 സ്റ്റാക്ക് ആൻറ്റിസൈഡും കൂടി മൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആ 1 സ്റ്റാക്കും കൂടി മൈൻ ചെയ്തിട്ട് കാണാം. ഞാൻ ഇത്രയും കൂടി കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് 1 പീസ് ആൻറ്റിസൈഡും കൂടി വെച്ചാൽ നമുക്ക് ഫുൾ എന്താ പറയണേ 1 സ്റ്റാക്കും കൂടി ആൻറ്റിസൈഡ് ആയി. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഴ്സ് ആക്കാം. ഞാൻ സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 സ്റ്റാക്ക് 1 സ്റ്റെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിന് വേണ്ടി എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെയുള്ള എല്ലാ സ്റ്റെയറും ഞാൻ പൊട്ടിക്കണം. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചിട്ട് കാണാം. ഇതും കൂടി പൊട്ടിച്ചാൽ എൻ്റെ പിക്കാക്സ് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. എൻ്റെ ആദ്യത്തെ പിക്കാക്സ് പൊട്ടിയിരിക്കുന്നു ഗായ്സ്. ഇതും കൂടി പൊട്ടിച്ചാൽ നമ്മുടെ എല്ലാ ഫുൾ സ്റ്റേഴ്സും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേഴ്സ് ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്ത് നമ്മുടെ പോളിഷ്ഡ് ആൻറ്റിസൈഡ് സ്റ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഈ പോളിഷ്ഡ് ആൻറ്റിസൈഡ് സ്റ്റേഴ്സായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കാണാം. നമ്മുടെ ആൻറ്റിസൈഡ് സ്റ്റേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ എല്ലാ സ്ഥലത്തും വച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാൻ പറ്റുന്നത് ഞാൻ ഫുൾ ആൻറ്റിസൈഡ് സ്റ്റേഴ്സ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ 3 ലെയർ വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ നമുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്യണം. എല്ലാ ബ്ലോക്സും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ ആ ഏരിയയിലോട്ട് പോയി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇവിടെ ഒരു 3 ബ്ലോക്ക് വിട്ടുള്ള ഞാൻ പാസേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നെതർ പോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്ട് പോലെയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നെതർ പോർട്ടിലും കൂടി 3 ബ്ലോക്ക് വിട്ടാക്കാം. അപ്പോൾ ഞാൻ ഈ നെതർ പോർട്ടിലൊന്ന് 3 ബ്ലോക്ക് വിട്ടാക്കിയിട്ട് കാണാം. അങ്ങനെ അതുകൊണ്ട് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ നെതർ പോർട്ടിൽ റെഡി ഗൈസ്. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നമ്മുടെ പഴയതും പുതിയതും നമ്മൾ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതെന്തിലാവട്ടെ, നമുക്ക് നമ്മുടെ നെതർ പോർട്ടിലും സെറ്റായി, ഇതും സെറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലത്തെ കാര്യങ്ങളാണ്, ഉള്ളിലത്തെ സൈഡ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഞാൻ 3 ബ്ലോക്ക് വിട്ടായിട്ടുള്ള എല്ലാ ബ്ലോക്സും മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റാനുണ്ട് എനിക്ക്. അപ്പം ഇനി ഇതുകൂടി മാറ്റട്ടെ. ഇവിടെ ഞാൻ ആവശ്യമുള്ള എല്ലാ 3 ബ്ലോക്കും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫുൾ പാസേജ് 3 ബ്ലോക്ക് വിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനിയാണ് നമ്മൾ റിയൽ പ്രശ്നത്തിലോട്ട് തന്നെ ഇനിയായിരിക്കും പാട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കേസ് ഞാൻ നമ്മുടെ ഒരു വില്ലേജർ ഹാളിൻ്റെ ഒരു ലൈറ്റിങ്ങിനുള്ള കാര്യം നോക്കാം. കാരണം ഞാൻ ലൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഈസി നമ്മൾ ഒരു ലാൻറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലാൻറ്റേൺ നമ്മൾ ടോർച്ചസ് വെച്ച് ഇതെന്താണ് സാധനം ലൈറ്റൊക്കെ തരും, പക്ഷേ ഇതിൻ്റെ ടെക്സ്ചറൊന്നും കൊള്ളില്ല, അത് രസമില്ല. അപ്പോൾ നമുക്ക് ലാൻറ്റേൺ ഉണ്ടാക്കാം. ലാൻറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ സുഖമാണ്. നമുക്ക് ഇച്ചിരി നഗറ്റ്സ് മതി. അതിൻ്റെ അൺലിമിറ്റഡ് ഉണ്ടല്ലോ, അവിടേക്ക് കുഴപ്പമില്ല. നഗറ്റ്സ് അൺലിമിറ്റഡ് ഉണ്ട്. അതിൻ്റെ കൂടെ ടോർച്ചും മതി. അപ്പം നഗറ്റ്സും ടോർച്ചും മതി, ബാക്കി ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഗൈസ് ഞാൻ ഇച്ചിരി കൊണ്ട് ലാൻഡേൺ ഉണ്ടാക്കിയിട്ട് കാണാം. ഇവിടെ എൻ്റെ അയം വെച്ചേക്കണം. ഓക്കെ, ഞാൻ എടുക്കാം. ഗൈസ് നിങ്ങൾ ഇവനെ കണ്ടോന്നറിയില്ല, ഞാൻ ഒരുത്തനെ കണ്ടിച്ചെന്നല്ല.
ഓ ഇവനെ നിങ്ങൾ കണ്ടോന്നറിയില്ല, പക്ഷേ ഇവനാണ് എൻ്റെ പുതിയ പെറ്റ്. ഞാൻ വെറുതെ വീഡിയോ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഇവനെ കണ്ടതാണ്. പ്ലീസ് നിങ്ങളാരും ഇവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പ്ലീസ് എനിക്ക് ആവശ്യമുള്ള എല്ലാ ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ എന്താ പറയണ അയൺ, മറ്റേ ലാൻഡേൺസ്. ഇതെന്തായാലും ഇത്രയും എനിക്ക് ഇതിൽ കൂടുതൽ എന്തായാലും എനിക്ക് ആവശ്യം വരും സാധനം. നിങ്ങൾ കണ്ടു, നല്ല ലുക്കില്ലേ സാധനത്തിന്. ഇത് നമുക്ക് എൻ്റെ വീട്ടിലൊക്കെ നല്ല ശരിയാണ്. നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ആ ചെസ്റ്റിൽ ലാൻഡേണും കൂടി കയറ്റി വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഒരു വില്ലേജർ ഹാളിൽ ഒരു 2 ബ്ലോക്ക് ഹൈ ഉള്ള പാസേജ് കംഫർട്ടബിൾ അല്ലായിരുന്നു. പിന്നെ ഇതിങ്ങനെ കാണാൻ രസമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഏരിയയിൽ നിന്ന് ഫുള്ളായിട്ട് 3 ബ്ലോക്ക് ഹൈ ആക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ മര്യാദയ്ക്ക് നടക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഈ ഫുൾ ഏരിയ 3 ബ്ലോക്ക് ഹൈ ആക്കിയിട്ട് കാണാം. ഞാൻ ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ പിക്കാക്സ് പൊട്ടിയപ്പോൾ ഒരു കാര്യം ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഉണ്ട്, അടുത്ത് പിക്കാക്സ് എടുക്കാം, ഇത് പൊട്ടിക്കുക. അപ്പോൾ ഇതും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഒരു മിനിറ്റ് കേസ്, ഞാൻ ഇവനെ കൊന്നിട്ട് അവനെ കാണാണ്ടായി, അവൻ ഓടിപ്പോയി തോന്നണേ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, ഞാൻ ഈ ഫുൾ ഏരിയ 3 ബ്ലോക്ക് ഹൈ ആക്കി. അപ്പോൾ നമ്മുടെ അടുത്ത ഇതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റോൺ ആയിട്ടിരിക്കണമെന്ന് നമുക്ക് ഇഷ്ടം. ആർക്കും അങ്ങനെ ഇരുന്ന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സ്. ആ റിസോഴ്സിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു റിസോഴ്സാണ് സ്പ്രൂസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുപാട് സ്പ്രൂസ് കൊണ്ടുവരും ഗൈസ്. അപ്പോൾ ഞാൻ ഒരു സ്പ്രൂസ് ട്രീ ഫാം ചെയ്യാം. എൻ്റെ പൊന്നു ഗൈസ്, ഇതിലൊരു മണിക്കൂർ എടുക്കും, ഒരുപാട് മണിക്കൂർ എടുക്കും. അപ്പോൾ ഈ സാധനം നിങ്ങളിതൊക്കെ ചെയ്യാൻ ഒരുപാട് നേരമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്പ്രൂസ് ആവശ്യത്തിന് കിട്ടിയിട്ട് കാണാം. ഒരുപാട് നേരം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്പ്രൂസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആവശ്യം വരുള്ളൂരിക്കും. ഞാൻ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്, ഒരുപാടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം ചെയ്തു എന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ഏരിയയിൽ നമുക്ക് എത്ര വില്ലേജേഴ്സിനെ പിടിക്കാൻ പറ്റുമെന്നുള്ള നമ്പേഴ്സും ഞാൻ എടുത്തു. ഈ ഏരിയയിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് 29 വില്ലേജേഴ്സിനെ പിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് ഈ 2 സൈഡും കൂട്ടുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 58 വില്ലേജേഴ്സിനെ പിടിക്കാൻ പറ്റും. തൽക്കാലം വില്ലേജേഴ്സൊക്കെ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സ്പ്രൂസ് വുഡ് എല്ലാം നമ്മുടെ ചെസ്റ്റിൽ കൊണ്ടുപോയി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്ക് വുഡ് കളക്ട് ചെയ്യാൻ തുടങ്ങാം. കാരണം ഫ്ലോറിന് എനിക്ക് ഓക്ക് വുഡ് വേണമല്ലോ ഗൈസ്. ഞാൻ ഓക്ക് വുഡ് കളക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാരണം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലോറിന് വേണ്ടി പാറ്റേണിന് ഓക്ക് വുഡ് ആവശ്യമാണ്, വേറെ ഒന്നിനും വേണ്ട. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഓക്ക് വുഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണാം. പട്ടണിയോടൊക്കെ ഈ പട്ടിക്കുട്ടിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭാഗ്യത്തിന് ഈ സ്പ്രൂസ് മരം വളർത്താൻ വേണ്ടിയിട്ട് ബോൺ മീലിന് വേണ്ടി ബോൺ കൊണ്ടുവരുന്നു നമ്മുടെ ഫാമിൽ നിന്ന്. അവിടുത്തെ ബോണും കിട്ടി. അപ്പോൾ ഇപ്പം ഇവനെ നിങ്ങൾ കണ്ടോ, ഇനി വലുത് എൻ്റെ പെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവനുള്ള പേരിടാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇവനുള്ള പേര് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവന് ഇനിയും എൻ്റെ പുറകെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇനിയും പിന്നെയും മരം വെട്ടൽ ചടങ്ങ് തുടങ്ങാം. ഒരുപാട് നേരം കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാനൊരു പുതിയ വില്ലേജ് കണ്ടുപിടിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ പഴയ സ്ഥലമല്ലേ, ഞാൻ പഴയ സ്ഥലം ഒന്ന് വെറുതെ കറങ്ങിയതാണ്, തിരിച്ച് വീട്ടിലോട്ട് പോയി. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ ഫുഡിൻ്റെ അധികം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഒരു കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം എനിക്ക് ആ സമയത്ത് എൻ്റെ വീടിനോട്ടുള്ള വഴി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് റെസ്റ്റോറൻറ്റ് എടുത്തിട്ട് ഒരു കോമ്പസ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ എത്ര ദൂരെ പോയാലും നമുക്ക് കോമ്പസ് ഇവിടെ വഴി കാണിച്ചോളൂ സ്പോണിലോട്ടുള്ള. പിന്നെ ഞാൻ കറങ്ങി തിരിച്ച് എങ്ങനെയൊക്കെയോ വന്ന് ഇവിടെ ഒരു വില്ലേജ് വന്ന് പെട്ടു, അവിടെ എത്തുന്നതിന് പകരം. അപ്പോൾ ഈ വില്ലേജ് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ തൊട്ടടുത്തൊരു ഫുൾ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് മരം ഗൈസ് കൊണ്ട് ഞാൻ അത് തിരിച്ച് നമ്മുടെ ബേസിൽ കൊണ്ടുപോയി വച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇവനെ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കണം. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ബേസിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇവനെ കൂടെ എടുത്തിട്ട് ബേസിലോട്ട് കൊണ്ടുപോയിട്ട് കാണാം ഗൈസ്. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങളിത് പറയാൻ മറന്നുപോയി. ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് ഹെയ്ബേൽ ഉണ്ടായിരുന്നു. ഞാൻ ഹെയ്ബേലെല്ലാം ബ്രെഡാക്കി. അപ്പോൾ ഈ സെൻറ്റിൽ ഇപ്പോൾ ഇത്രയും ഫുഡുണ്ട്. നിങ്ങൾ വിചാരിക്കും പൊട്ടാറ്റോസൊക്കെ ഇവിടെ നിന്നാണ് വന്നതെന്ന്. ഞാൻ ഈ ഇച്ചിരി ഏതെങ്കിലും കിട്ടി പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനെ കൂടി കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നമുക്ക് ഫാം ചെയ്യാമെന്ന്. കാരണം എൻ്റെ കയ്യിലുള്ള എല്ലാ ക്രോപ്സും വളർന്നേണ്ടായി. അപ്പോൾ ഞാനെല്ലാം കൊണ്ട് ഫാം ചെയ്ത്. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഞാൻ ഈ ബാക്കി എല്ലാ പൊട്ടാറ്റോയും ഞാൻ ബേക്ക്ഡ് പൊട്ടാറ്റോ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോണില്ലേ, ഇത് സ്റ്റോൺ ബ്രിക്കാക്കി ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ഈ സ്റ്റിക്കൊക്കെ നമുക്ക് മരം വെട്ടിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇത്ര ഓക്ക് വുഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത്രയും മതിയായിരിക്കും എന്നൊക്കെ തോന്നണേ.
അപ്പോൾ ഗൈസ് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഫ്ലോർ അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞ ഡിസൈനായിട്ട് ഓക്ക് വുഡും സ്പ്രൂസ് വുഡിൻ്റെ കോമ്പിനേഷൻ കാണിച്ചു തരാം. അതിൻ്റെ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഇരിക്കണേന്ന്. അപ്പോൾ അതുണ്ട് നിങ്ങൾ പറ അതുണ്ട് കേട്ടെ. ഓക്കെ, ഞാനത് എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫ്ലോറിൻ്റെ ഡിസൈൻ. എങ്ങനെയുണ്ട്, സെറ്റപ്പ് അല്ലേ? ഞാൻ ഇങ്ങനെ നമ്മുടെ ഫുൾ ഫ്ലോറിലോട്ട് ഞാൻ ഇത് പകർത്താം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഫുൾ ഫ്ലോറിൽ ഇത് സാധനം പകർത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതിങ്ങനെയായി, പിന്നെ ഇങ്ങനെയായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരുപാട് നേരം എടുത്ത് ഞാൻ ഫ്ലോർ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലത്തെ വാള് നോക്കിയാൽ മതി. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് ഇവിടെ ഒരു നമ്മൾ ഇച്ചിരി സ്പ്രൂസ് വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ളായിട്ട് സ്റ്റോൺ ബ്രിക്ക് വയ്ക്കും. അങ്ങനത്തെ ഒരു പാറ്റേണാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മുകളിലത്തെ ഈ റൂഫ് മുഴുവൻ ഞാൻ സ്റ്റോൺ ബ്രിക്ക് ആയിരിക്കും. പിന്നെ ഈ സൈഡ് ഈ സ്ഥലങ്ങൾ കണ്ട, ഈ സ്ഥലങ്ങൾ ഫുള്ളായിട്ട് ഞാൻ മറ്റേ ഇതാക്കും, മറ്റേ നമ്മുടെ സ്പ്രൂസ് വുഡായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്ലോർ കഴിയുമ്പോൾ എനിക്ക് മറ്റേ ഫ്ലോറിൽ മറ്റേ അപ്പുറത്തെ ഭാഗത്ത് മുകളിലത്തെ ഭാഗം കൂടി വർക്ക് ചെയ്യണം. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചിട്ട് എന്തെങ്കിലും ഡിസൈന് കുത്തി കയറ്റണം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ അടിയിലത്തെ ഫ്ലോറിൻ്റെ പണി നോക്കാം. അപ്പോൾ നമുക്ക് അടിയിലത്തേന് ഇവിടെ ചെക്ക് ഫ്ലോർ ആക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് ഇനി ഈ സൈഡിൽ നമുക്ക് ഒരു ലെയറും കൂടി പുറകോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് സ്റ്റോൺ ബ്രിക്കും സ്പ്രൂസിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ട് സെറ്റാക്കാം. ഒരുപാട് നേരം കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ എല്ലാ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ റെഡി, സൈഡിലത്തെ വില്ലേജസ്മാരെ പിടിക്കാനുള്ള സ്ഥലം റെഡി. പിന്നെ ഞാൻ റൂഫ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റിംഗ് ആയിട്ട് ലാൻഡേൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റായി. നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ, വില്ലേജസ്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് നമ്മൾ ബ്രീഡറിൽ നിന്ന് കൊണ്ടുവരാം. പോയിസ് ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇച്ചിരി വില്ലേജസ്മാരെയും കൂടെ കൊണ്ടുവരാം. ഞാനൊരു ഷോക്കിംഗ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. കാരണം ഞാൻ ഡിസിഷനെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെങ്ങാനും വില്ലേജസിനെ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. നമ്മളിപ്പോൾ ഞാനൊരു ജോബ് ബ്ലോക്ക് ഇവിടെ വയ്ക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഈ ബ്ലോക്ക് പൊടിച്ചിട്ട് നമ്മളൊരു ജോബ് ബ്ലോക്ക് വയ്ക്കുകയാണ്. ഫ്ലച്ചിങ് ടേബിൾ ഒക്കെയാണെങ്കിൽ ഈ ഫ്ലച്ചിങ് ടേബിൾ ഈ വില്ലേജ് എടുക്കുന്നതിനേക്കാളും പകരം ചിലപ്പോൾ ഈ വില്ലേജ് എടുക്കും. അപ്പോൾ കഴിച്ച് നമ്മൾ ഓരോ വില്ലേജസിനെ വച്ച് അവർക്ക് ഒരു ജോബ് കൊടുത്താലാണ് ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ജോബ് കൊടുക്കണം, അതായിരിക്കും നടക്കുകയുള്ളൂ. അപ്പോൾ കഴിച്ചാൽ അത് ഈ വീഡിയോയിൽ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് ഭയങ്കര ലെങ്ത്ത് കൂടും വീഡിയോയുടെ. അപ്പോൾ നമുക്ക് അധികം ലെങ്ത്ത് വേണ്ട വീഡിയോക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത വീഡിയോയിലോട്ട് ഇത് കയറ്റാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ എൻചാൻറ്റിങ് ട്രേഡിംഗ് ഹാൾസ് ഫുൾ കംപ്ലീറ്റ് ആക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഞാൻ വില്ലേജർ ബ്രീഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം ഞാൻ ആ സൈഡിൽ തൊട്ടടുത്തായിരുന്നു വില്ലേജ് ബ്രീഡറും ട്രേഡിംഗ് ഹാളും അടുത്തായിരുന്നു. അപ്പോൾ ഈ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 150 ബ്ലോക്ക്സ് അവേ ആയിരിക്കണം നമ്മുടെ വില്ലേജ് ബ്രീഡർ 150 ബ്ലോക്ക്സ് അവേ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ഇത് എന്തായാലും 150 ബ്ലോക്ക്സ് അവേ ആയി. പിന്നെ ഞാൻ എൻ്റെ വില്ലേജിൽ നിന്ന് ഒരുപാട് ബെഡൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരുപാട് ബെഡ് വെച്ചിട്ടുണ്ട്. അത് കാരണം ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞു വില്ലേജർമാരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി, അത് ചെയ്യാൻ സുഖമാണ്. നമുക്ക് ഈ മൈൻ ഗാർഡ് സിസ്റ്റം ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൺ ഫാമിൽ നിന്നുള്ള എല്ലാ അയണും ഉപയോഗിച്ചിട്ട് ഞാൻ റെയിൽസ് ഉണ്ടാക്കി എൻ്റെയുള്ള പവർ റെയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് അവിടെ വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സുഖമാണ്. ഇനി നമുക്ക് ചെയ്താൽ മതി. ഇവന്മാർ വലുതാവാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ട് വലുതായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പോൾ കേസ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവരെല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഓരോ പണിയും കൊടുത്ത് നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.